പ്രിയരെ, ഒളിമ്പിക്സും ഗുസ്തി മത്സരവും അല്പം രാഷ്ട്രീയവും ഇതാണ് എന്റെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമുക്ക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ വിനീഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ പോയിട്ട് ഫ്രീ സ്റ്റൈൽ മത്സരത്തിന് ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുകയും ഫൈനല് നമ്മളൊക്കെ വിചാരിച്ചു അവർ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന രീതിയിലുള്ള ഒരു വിശ്വാസം നമുക്കൊക്കെ വന്നു. അങ്ങനെയാണ് നമ്മൾ കരുതിയത്. ലോകത്തിൽ ആദ്യമായിട്ട് മത്സരത്തിൽ നടക്കുമ്പോൾ പാരീസിൽ നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരത്തിൽ വനിതകളുടെ ഒരു മത്സരത്തിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്കത് അഭിമാനം തന്നെയാണ്. അവർ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണ് എവിടേക്ക് പോയിട്ടുള്ളത്? പാരീസിലേക്ക് പോയിട്ടുള്ളത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തികളായിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന അവരുടെ പ്രതിനിധിയായിട്ടോ ഒന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ പോയിട്ടുള്ളത്. അവരുടെ കഴിവുകൊണ്ട് മത്സരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും മദൂദികളും ഇടതുപക്ഷ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന പ്രചരണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. പ്രകടന ആരാണ് വിനീഷ് ഫോഗട്ട്? നമുക്കറിയാം, ഒന്ന് ചിന്തിക്കാം. വിനീഷ് ഫോഗട്ട് ഒളിമ്പിക്സിനായി തയ്യാറെടുത്തതും പരിശീലനം നേടിയതുമൊക്കെ ഏത് വിഭാഗത്തിലായിരുന്നു? 53 കിലോ ഗുസ്തി വിഭാഗത്തിൽ. അവർ അവിടെ അതിന് യോഗ്യത നേടിയോ? ഇല്ല, പരാജയപ്പെട്ടു. സ്വാഭാവികമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിരിക്കും, മത്സരമല്ലേ. ഇപ്പോൾ അവർ യോഗ്യത നേടിയ ഏത് വിഭാഗത്തിലാണ്? ചിന്തിക്കണം, 50 കിലോ വിഭാഗത്തിലാണ്. അപ്പോൾ എത്രയാണ് അവരുടെ വെയിറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 52 കിലോ ആണ്. അപ്പോ വിനീഷ് ഫോഗട്ട് എത്ര കിലോ കുറയ്ക്കണം? 2 കിലോ. അവർക്കതിന് സാധിച്ചോ? ഇല്ല. അവർ കഠിനമായ തയ്യാറെടുപ്പിന് നടത്തിയിട്ടുണ്ട് കേട്ടോ. ചൂടുമുറിയിൽ ഉറങ്ങിയും സൈക്കിൾ ചവിട്ടിയും മറ്റ് കഠിന വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ട് അവർ 2 ദിവസം കൊണ്ട് 1.9 കിലോ കുറച്ചിട്ടുണ്ട്. അവരെ നമിക്കും. അവരെ ഉടനെ തന്നെ ഒളിമ്പിക് അസോസിയേഷൻകാരെ ഒളിമ്പിക് നിന്ന് പുറത്താക്കിയോ? ഇല്ല എന്ന് വേണം ആൻസർ പറയാൻ. 100 ഗ്രാം കൂടി കുറയ്ക്കാൻ 20 മിനിറ്റ് കൂടി അവർ നമ്മുടെ താരത്തിന് കൊടുത്തു. എന്നിട്ട് കുറഞ്ഞോ? അതുമില്ല. 20 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ 100 ഗ്രാം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്ന് നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ ഒരു വിനീഷിന്റെ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ പ്രചോദനം നൽകുന്ന, നമുക്കൊക്കെ ആത്മാഭിമാനം നൽകുന്ന ഒരു ഘടകമാണ്. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആരാണ് വിനീഷിന്റെ പരിശീലകർ? അത് വിനീഷ് ഫോഗട്ട് തന്നെ സ്വയം തെരഞ്ഞെടുത്ത് നിയമിച്ച വിദേശികളാണ്. അതിൽ പ്രധാനിയായിട്ടുള്ള ആളാണ് വ്ളോഗർ അരക്കോസ് എന്ന് പറയുന്ന ആൾ. പ്രകടന ഈ മത്സരാർത്ഥിയുടെ ഒപ്പം ഇവർക്ക് പരിശീലനം നൽകുന്ന വ്ളോഗർ അരക്കോസിന് ആരാണ് പണം നൽകുന്നത് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ഭാരത സർക്കാരാണ്. അപ്പോ വ്ളോഗർ അരക്കോസിന്റെ കുതന്ത്രങ്ങൾ രാജ്യത്തിന് തിരിച്ചടിയായോ എന്ന് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? എന്റെ സംശയമാണ് കേട്ടോ. ഇവിടെയാണ് വിദേശികളുടെ അട്ടിമറികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അട്ടിമറി, ഇന്ത്യയിൽ എന്ത് നടക്കുന്നതിനും അട്ടിമറിക്കുന്നത്, ഇന്ത്യ മുന്നോട്ട് പോവാതിരിക്കാൻ അട്ടിമറി നടത്തുന്ന ചില വിദേശ ശക്തികളുടെ ഇടപെടലുകൾ, അത് കോച്ചിന്റെ രൂപത്തിലായാലും മതത്തിന്റെ രൂപത്തിലായാലും ഒക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. 53 കിലോ വിഭാഗത്തിൽ മത്സരിക്കാൻ പരിശീലനം നേടിയ വിനീഷ് ഫോഗട്ട് യോഗ്യത റണ്ണിൽ പരാജയപ്പെട്ടപ്പോൾ കഠിന പ്രയത്നം നടത്തി 50 കിലോ മത്സരത്തിൽ യോഗ്യത നേടി ഫ്രാൻസിലെത്തുകയാണ്. വളരെ സന്തോഷം, നമുക്കൊക്കെ വളരെ സന്തോഷം. നമ്മളൊക്കെ ആത്മാഭിമാനത്തോടെ അവരെ പിന്തുണച്ചു. ഒടുക്കം ഒളിമ്പിക്സ് ഗെയിംസിന് കമ്മിറ്റിയുടെ അവസാന പരിശീലനത്തിലെ പരിശോധനയില് ചെറിയ വ്യത്യാസത്തിലാണ് അവർ പിന്തള്ളപ്പെടുന്നത്. നമ്മളൊക്കെ മനസ്സ് അഗാധമായി ദുഃഖിച്ചു. കാരണം ഞാനൊക്കെ നിങ്ങളൊക്കെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്, മതത്തെ സ്നേഹിക്കുന്നവര് വളരെ കുറവാണ്. അപ്പം ഒന്നുകൂടി ഞാൻ പറയാം, ഒരു ചിന്ത കൂടി.
ആദ്യമായിട്ടാണോ വിനേഷ് ഫോഗട്ട് ഇങ്ങനെ ഭാര അളവിൽ പുറത്താക്കുന്നത്? പ്രിയരെ, ഒന്നുകൂടി ഞാൻ പറയുന്നു, ആദ്യമായാണോ വിനേഷ് ഫോഗട്ട് ഇങ്ങനെ ഭാര അളവില് ഒളിമ്പിക്സിന് പുറത്താവുന്നത്? അല്ല. ഒന്ന് പുറകിലേക്കാണ് പോവുക. 2016 അവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിനീഷോ പരിശീലകരോ എന്തെങ്കിലും ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും കംപ്ലൈന്റോ ആരോപണങ്ങളോ ഉന്നയിച്ചോ? ഇല്ല, അതില്ല. കാരണം അത് അങ്ങനെയാണ്. ഇവിടെ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ രാജ്യം മത്സരിക്കുമ്പോൾ താരങ്ങൾക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിക്കാൻ നമുക്ക് സാധിക്കുമോ? രാജ്യസ്നേഹികൾക്ക് ഇല്ല. രാഷ്ട്രീയം പറയാൻ സാധിക്കുമോ? ഇല്ല. രാജ്യത്തെ സ്നേഹിക്കുന്ന ആർക്കും അത് സാധിക്കില്ല എന്ന് നമുക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരണങ്ങൾ അയച്ചുവിട്ട ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാം. ഇന്ത്യയിൽ മൊത്തം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ അതിന്റെ വകഭേദം കറക്റ്റായി നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് അവർ നടത്തിയ ഈ പ്രചരണത്തിന് തിക്താനുഭവം ഉണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞ ജമാഅത്ത് ഇസ്ലാമി അവരുടെ പ്രചരണങ്ങളൊക്കെ പിൻവലിച്ചു, അല്ലെങ്കിൽ ഉൾവലിച്ചു. പക്ഷേ അവർ ചെയ്തത് വേറെ തരത്തിലായിരുന്നു. പുരോഗമന ആശയക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് അതുവരെ അള്ളാഹു അക്ബർ ഒക്കെ പറഞ്ഞിരുന്ന, ബോലോ തക്ബീർ പറഞ്ഞിരുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാര് ആ പ്രചരണങ്ങൾക്ക് ശേഷം ഇൻഖിലാബ് സിന്ദാബാദ് വിളിക്കാൻ തുടങ്ങി. ഇൻഖിലാബ് സിന്ദാബാദ് ആരായിരുന്നു അതുവരെ വിളിച്ചത്? ഇന്നും നമ്മൾ വിളിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആരാണ്? കേരളത്തിലെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനക്കാരാണ് ഇന്ത്യയിലെ. പക്ഷെ ആ ഇൻഖിലാബ് സിന്ദാബാദ് വിളിച്ച, ഇന്ത്യക്ക് പരിചയപ്പെടുത്തി കൊടുത്ത മഹാനായ ഒരാളുണ്ടായിരുന്നു, ഭഗത് സിംഗ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഈ ഇൻഖിലാബ് സിന്ദാബാദിന്റെ ഇപ്പോഴത്തെ ദുരുപയോഗം കണ്ട് ഒരുപക്ഷെ കരയുന്നുണ്ടാകാം, വ്യസനിക്കുന്നുണ്ടാകാം. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി പുരോഗമന ആശയക്കാരെന്ന് സ്വയം അഭിമാനിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെ പുറകിൽ പതുക്കെ കൂടി. അങ്ങനെ അവരുടെ ആശയങ്ങൾ പരോക്ഷവും പ്രത്യക്ഷവുമായ രീതിയിൽ ഇന്ത്യയിലെ ഭരണകൂടത്തെ പിടിച്ചടക്കാനെന്ന രീതിയിൽ അവർ ചില നടപടികളായി മുന്നോട്ട് വരും. അങ്ങനെ അവർ വിദ്യാഭ്യാസം, അതുവരെ മദ്രസ പഠനം മറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്ന ആൾ ഇന്ത്യയിൽ ഇവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാവില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനവർ കേരളത്തിലൊക്കെ പ്രത്യേകം നടന്ന MASനെയൊക്കെ പരോക്ഷമായി കൂട്ടുപിടിച്ചുകൊണ്ട് അവർ ഇസ്ലാമിക വിശ്വാസികളായ കുട്ടികളെ, തലമുറയെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരം പിടിച്ചു ഉയർത്തി അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചു. മദ്രസ പഠനത്തോടൊപ്പം തന്നെ ആധുനിക സയൻസും കണക്കും ഒക്കെ പഠിപ്പിക്കണമെന്ന് അവർക്ക് പരോക്ഷമായി ഇസ്ലാമിക സമൂഹത്തിൽ അവര് പ്രചരണം നൽകുകയും അത് ഏൽക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ധാരാളം പേര് പഠിക്കുകയും സിവിൽ സർവീസിലും പോലീസിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കടന്നുകൂടി കയറി. PSC മറ്റുള്ള കാര്യങ്ങൾ എഴുതി അവര് അതിൽ യോഗ്യത നൽകാൻ അധികാരത്തിൽ വരികയും ചെയ്തു. ഡോക്ടർമാരുടെ വിഭാഗത്തിൽ ദന്ത ഡോക്ടർമാർ ധാരാളമുണ്ട്. ആയുർവേദത്തിലായാലും ഹോമിയോയിലായാലും അതുപോലെ തന്നെ അലോപ്പതി വിഭാഗത്തിലായാലും മറ്റ് സമൂഹത്തിലെ ഏതൊക്കെ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന മേഖലയിലൊക്കെ അവർ കടന്നുകൂടി. വിദ്യാഭ്യാസത്തിന്റെ വില അറിഞ്ഞവർ പല ഉന്നത സ്ഥാനങ്ങളിലേക്കും അവനാന്റെ ആൾക്കാരെ കുടിയിരുത്തി. നല്ല കാര്യം എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ തലപ്പത്ത് മുതൽ താഴേക്കടയിൽ വരെ വിദ്യാഭ്യാസത്തെ അത്ര പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാത്ത ഹൈന്ദവ സമൂഹം പിന്തള്ളപ്പെട്ടു. വോട്ട് ബാങ്കിന്റെ ശക്തമായ രീതിയല്ലാത്ത ക്രൈസ്തവരും പരോക്ഷമായി പുറത്തു പോകപ്പെട്ടു. ഇതൊക്കെ ഇന്ത്യയിലെ, കേരളത്തിലെ പ്രത്യേക സമൂഹത്തിൽ വിലയിരുത്തേണ്ടതാണ്. ഈ സ്പോർട്സ് അസോസിയേഷനോട് ബന്ധപ്പെട്ട, ഈ സ്പോർട്സ് വിഭാഗത്തോട് ബന്ധപ്പെട്ട, ഈ ഒളിമ്പിക്സിനോട് ബന്ധപ്പെട്ട വിഭാഗത്തിലെ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിപക്ഷ ആൾക്കാരൊക്കെ അണിനിരക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ നിഗൂഢമായ മാനസികാവസ്ഥ അവരിലൂടെ പുറത്തു വരികയാണ്. പ്രബലരെ, ബംഗ്ലാദേശിന്റെ കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലായി. 1971 അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നേതാക്കന്മാരൊക്കെ പ്രതിമകളൊക്കെ തല്ലിത്തകർത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇന്ത്യയില് മാത്രമല്ല, താലിബാനിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുമൊക്കെ
ഇസ്ലാമിലെ ഭീകരവാദികൾ അല്പം സ്വാധീനം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ അവസരത്തിലാണ് ഒളിമ്പിക് അസോസിയേഷന്റെ പങ്കെടുക്കത്തെല്ലാം പുറത്താക്കപ്പെട്ടവർക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കുക എന്ന ഭാവന വന്നിട്ടുള്ള ഇപ്പോഴത്തെ പ്രസ്താവനകളും 2 ദിവസങ്ങൾക്ക് മുമ്പേ ബംഗ്ലാദേശിലെ അവിടുത്തെ ക്രിക്കറ്റ് താരത്തെ പീഡിപ്പിച്ചതും വകവരുത്തിയതും ഒക്കെ നമ്മൾ ഒന്ന് കൂട്ടി വായിക്കണം. അവിടുത്തെ സിനിമാ നടന്മാരെയും അവിടുത്തെ കലാകാരന്മാരുടെയും അവിടുത്തെ വാദ്യം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട പാവപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകളിൽ അടക്കം നേടി ഇസ്ലാമിക ഭരണകൂടത്തിന്റെ യഥാർത്ഥ ചിത്രം അവർ വരച്ചു കാണുകയാണ്. അവിടെ എല്ലാം തൂത്തുവാരി അവിടുത്തെ എന്താ പറയാ എക്യുപ്മെന്റ്സ് അടക്കം എക്യുപ്മെന്റ്സ് വാദ്യോപകരണങ്ങളൊക്കെ നശിപ്പിച്ച ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഇസ്കോന്റെ ക്ഷേത്രങ്ങളൊക്കെ തല്ലി തകർക്കുന്നത് നമ്മൾ കാണുന്നു. പ്രബലരെ കുത്തിത്തിരിപ്പിനായിട്ട് രാജ്യത്തിലെ പലരും കടന്നു വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ മറവിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മറവിലെ ജയനിലും പൂനെയിലൊക്കെ നടത്തിയ സമരങ്ങളും നമ്മൾ ഓർക്കണം. അതിനുവേണ്ടി സിനിമകളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഓർക്കണം. അപ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ബോധം വരാത്ത ഹിന്ദുക്കളോട് തന്നെയാണ് പറയുന്നത്. 1921 നടന്ന കലാപവും അതിനോട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകളും ഇന്ന് നടത്തപ്പെടുന്ന പ്രസ്താവന കാർഷിക സമരമൊക്കെ ചിത്രീകരിക്കുന്ന ആൾക്കാരോട് ഇവിടുത്തെ ഇടതുപക്ഷ ഹിന്ദുക്കളൊന്ന് ചോദിക്കണം. എന്തിനു വേണ്ടിയ വിദ്യാർത്ഥി പ്രക്ഷോഭക്കാരുടെ ഇതിന്റെ പറവിൽ നടന്നുള്ള സമരം ഷെയ്ഖ് അവിടുത്തെ രാഷ്ട്രീയമായി നടന്നു? എന്തിനാണ് അവിടുത്തെ ഹിന്ദുക്കളുടെ മേലെ കുതിര കയറുന്നത്? ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെ വനിതകളടക്കം അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായി നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾക്കോട് തന്നെയാണ് പറയുന്നത്, ജമാഅത്ത് ഇസ്ലാമിയുടെ വികസന അല്ലെങ്കിൽ പുരോഗമനവാദ പ്രസ്ഥാനത്തോടും അതിനോട് ഇസ്ലാമിക ഭീകരവാദത്തോടും സമരസപ്പെട്ടു പോകുന്ന നിങ്ങളുടെയൊക്കെ ഇത്തരം ജൽപ്പനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഒന്ന് നിർത്തിയിട്ടില്ലെങ്കിൽ സ്പോർട്സിന്റെ മറയിലടക്കം വന്ന രാഷ്ട്രീയം ഒന്ന് തിരുത്തപ്പെടേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, സ്പോർട്സ് ആയാലും അതുപോലെ തന്നെ മറ്റേത് വിഭാഗമായാലും രാജ്യത്തിന് പുറത്തു പോയി മത്സരിക്കുമ്പോൾ, രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ മതമില്ല, അവിടെ ജാതിയില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല. അവരെ നമ്മൾ പിന്തുണയ്ക്കുന്ന പകരം പാകിസ്ഥാൻ ജയിച്ചാൽ കൈയടിക്കുന്ന വിഭാഗമുള്ള കേരളത്തിലും രാജ്യത്തുമാണ് നമ്മൾ വസിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ, എൻ്റെ രാഷ്ട്രീയ ചിന്തകളെ, സ്പോർട്സ് രാഷ്ട്രീയ ചിന്തകൾ ഒന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.